അൺലിമിറ്റഡ് 5G ഡാറ്റയുള്ളവരും 5Gയിലൂടെ എന്തെങ്കിലും വേഗം ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് കരുതുന്നവരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇടയിൽ 4G കയറി വരും. അതായത് 5G നെറ്റ്വർക്കിൽ ഉണ്ടായിരുന്ന ഫോണ് പെട്ടെന്ന് 4G കണക്റ്റ് ആവും. അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ വേഗത കുറയും. അതുപോലെ തന്നെ ഡെയിലി ഡാറ്റ ലിമിറ്റ് എന്നാണ് പിന്നീട് നമ്മുടെ മൊബൈൽ ഡാറ്റ കുറയുക. അതായത് അൺലിമിറ്റഡ് 5G ആണെങ്കിലും ഡെയിലി നമുക്ക് 1 GB, 1.5 GB, 2 GB ഒക്കെ ആയിരിക്കും ഡാറ്റ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡാറ്റ നഷ്ടപ്പെടും. അപ്പോൾ ഇതിനെ തരണം ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിനായിട്ട് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും ചില ഫോൺ മോഡലുകളിൽ ആപ്ലിക്കേഷനിലൂടെ മാത്രമേ ഈ ഓപ്ഷനിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഫോണാണെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അല്ലാത്തവർക്കൊക്കെ സെറ്റിംഗ്സിലൂടെ ഈ ഓപ്ഷനിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം നിങ്ങളുടെ ഫോണിലെ ഡയൽ പാഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ടൈപ്പ് ചെയ്യുന്നത് പോലെ ടൈപ്പ് ചെയ്യുക. *#4636 പിന്നീട് #ആണ് കേട്ടോ. #*#, വീണ്ടും സ്റ്റാർ ക്ലിക്ക് ചെയ്താൽ ഓപ്ഷൻ വരും. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടി നമ്പർ കാണിച്ചു തരാം. *#4636 #* എൻ്റർ ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിവിടെ സ്റ്റാർ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഓപ്ഷൻ ഓൺ ആയി കിട്ടുന്നത്. നിങ്ങൾക്ക് കാണാം ഇതുപോലെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഫോൺ ഇൻഫർമേഷൻ 1, ഫോൺ ഇൻഫർമേഷൻ 2 എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻ കാണാം. ഇത് നമ്മുടെ 2 സിമ്മുകളാണ്. അപ്പോൾ ഏത് സിമ്മിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഓപ്ഷൻ ഓൺ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഫോൺ ഇൻഫർമേഷൻ 1 ആണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എനിക്ക് ഇതുപോലൊരു ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതിലൂടെ 5G മാത്രം സെറ്റ് ചെയ്തെടുക്കുന്ന ഓപ്ഷൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ചില ഫോണുകളിൽ ഈ കോഡ് അടിച്ചാൽ ഈ ഓപ്ഷൻ ഓൺ ആയി കിട്ടില്ല. അവരുടെ സെറ്റിങ്സിനകത്തുണ്ട്, പക്ഷേ ഓരോ ഫോണിലും വ്യത്യസ്തമായ സെറ്റിങ്സ് ആയതുകൊണ്ട് കോമൺ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞു തരാം. ഈ ആപ്ലിക്കേഷനിലൂടെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഓപ്ഷനകത്ത് വരാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ പ്രധാനമായിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷനേ ഉണ്ടാവും. പിന്നെ ആപ്ലിക്കേഷനിൽ പരസ്യം ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് ഗെറ്റ് 5G ഓൺലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പുതിയൊരു ഓപ്ഷൻ ഓൺ ആയി കിട്ടും. അതിൻ്റെ താഴെയും നിങ്ങൾക്ക് ഗെറ്റ് 5G ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് ഞാൻ പറഞ്ഞ ഓപ്ഷനകത്ത് എത്താൻ സാധിക്കുന്നതാണ്. ഇനി കോഡടിച്ച് ഈ ഓപ്ഷനിലേക്ക് വന്നവരായാലും ആപ്ലിക്കേഷനിലൂടെ ഇതിനകത്ത് വന്നവരായാലും നിങ്ങൾക്ക് അല്പം താഴെ സ്ക്രോൾ ചെയ്താൽ സെറ്റ് പ്രിഫർഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് എൻ്റെത് NR-LET GSM WCDMA എന്ന് പറയുന്ന ഓപ്ഷനിലാണ് എൻ്റെതുള്ളത്. നിങ്ങളുടെ ഫോണിൽ എന്താണ് കണക്റ്റായി കിടക്കുന്നത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വെക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ച് അതേ നെറ്റ്വർക്കിലേക്ക് തന്നെ വരേണ്ടതുണ്ട്. ഇനി ഞാൻ കാണിച്ചു തന്ന ഓപ്ഷൻ്റെ വലതുഭാഗത്ത് ഒരു ആരോ മാർക്ക് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിരവധി നെറ്റ്വർക്ക് ഓപ്ഷൻ ഇതിനകത്ത് നിന്ന് കിട്ടും. ഇതിൽ NR ഓൺലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതോടെ പിന്നീട് നിങ്ങളുടെ ഫോണിൽ 5G നെറ്റ്വർക്ക് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. മറ്റുള്ള നെറ്റ്വർക്കിന് കയറി വരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും 5G കണക്റ്റ് ആയിരിക്കും. പിന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഏരിയയിൽ 5G നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്, ഇടയ്ക്കിടെ 4G കയറി വരുന്നതാണ് പ്രശ്നമെങ്കിൽ മാത്രമേ നിങ്ങളിത് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ഏരിയയിൽ 5G ഇല്ല, 4G മാത്രമാണുള്ളത്, ആ സമയത്ത് നിങ്ങളിത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് നെറ്റ്വർക്കേ കിട്ടില്ല. കാരണം ഇത് 5Gയിൽ മാത്രമേ കണക്റ്റ് ആവുകയുള്ളൂ. 5G നെറ്റ്വർക്കിൽ മറ്റുള്ള നെറ്റ്വർക്കുകൾ കണക്റ്റ് ആവില്ല. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇപ്പോൾ 5G ഓൺലി ആക്കിയാൽ ചില പ്രദേശങ്ങളിൽ നമുക്ക് കോള് ലഭിക്കില്ല. അപ്പോൾ അത്യാവശ്യ സാഹചര്യത്തിൽ നമുക്ക് വേഗതയുള്ള ഡാറ്റ വേണം, ഒരുപാട് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് 5G മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. അല്ലാതെ എല്ലാ സമയത്തും 5G ഓൺലി ആക്കിയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഇനി അത്യാവശ്യ ഘട്ടത്തിൽ 5G നെറ്റ്വർക്ക് മാത്രം ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ പഴയതുപോലെ തന്നെ എല്ലാ നെറ്റ്വർക്കും കണക്റ്റ് ആകാൻ വേണ്ടി വീണ്ടും അതേ ഓപ്ഷനിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷനിലൂടെയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്ന കോഡിലൂടെയോ വരണം. എന്നിട്ട് അതേ ഓപ്ഷൻ തന്നെ ഓൺ ചെയ്തിട്ട് നേരത്തെ നമ്മുടെ മൊബൈൽ നെറ്റ്വർക്ക് എന്തായിരുന്നു, നിങ്ങൾക്കോട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞ അതാണ്, നിങ്ങൾക്ക് മാറിപ്പോവുമെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷനിലേക്ക് തന്നെ തിരിച്ചു വരാൻ സാധിക്കുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ മൊബൈൽ പഴയപടി എല്ലാ നെറ്റ്വർക്കിലും കണക്റ്റ് ആകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.